കൂട്ടുകാരെ, ഇന്നെന്താ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പോണത്? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് പണ്ടൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ട്, നല്ല അടിപൊളി സാധനം. അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അതെന്താന്ന് ചോദിച്ചാൽ പാൽപ്പിടിയാണ് ഉണ്ടാക്കാൻ പോണത്. അതെങ്ങനെ ഉണ്ടാക്കാന്ന് കാണാം. അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല നൈസ് അരിപ്പൊടി ഒന്ന് വറുത്തത് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഇനി ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തിളച്ച വെള്ളം കുറേച്ച ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ കൂടി പോവുള്ളേ. നമ്മൾ ഈ നൂൽപുട്ടിനൊക്കെ കുഴക്കണ പോലെയാണ് കേട്ടോ മക്കളെ. നൂൽപുട്ടിന് നമ്മൾ തിളച്ച വെള്ളത്തിലല്ലേ കുഴയ്ക്കുക, അതേപോലെയാണ് കുഴച്ചെടുക്കുക. പിന്നെ ഇതിൽ നമ്മൾ നെയ്യ് ചേർത്തി, നൂൽപുട്ടിൻ്റെ ഇതിന് നെയ്യ് ചേർക്കണ്ട. ഇതേപോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. ഇച്ചിരി നനവൊക്കെ വേണം കേട്ടോ. ഇത് കണ്ടില്ലേ, കയ്യിൽ ഒട്ടി പിടിക്കാത്ത രീതിയിൽ കുഴയ്ക്കുക. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് എടുക്കാം. ഇത് കണ്ടില്ലേ മക്കളെ, ഇപ്പം പൊടിയൊക്കെ കുതിർന്ന് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇപ്പം ചെറിയ ചൂടേ ഉള്ളു. ഈ ചെറിയ ചൂടിൽ തന്നെ നമുക്കൊന്ന് ചെറിയ ഉരുളകളാക്കി എടുക്കാം. കയ്യിൽ ഒട്ടണമൊന്നുമില്ല, കണ്ടില്ലേ. എത്ര വലുപ്പത്തിൽ ഉരുളയാക്കണമെങ്കിലും ഉരുളയാക്കാം. പക്ഷെ വലിയ വലുപ്പത്തിലാക്കുകയാണെങ്കിൽ ഉരുളയുടെ അടി വേകില്ല, മാവിൻ്റെ മേലെ മാത്രമേ വേകുള്ളൂ. ഇങ്ങനത്തെ ഉരുളകളാക്കി നമുക്ക് എടുക്കാം. ഇതേപോലെ നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉരുളകളാക്കി എടുക്കാം കേട്ടോ. എല്ലാതും നമുക്ക് ഇതേപോലത്തെ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇത് കണ്ടില്ലേ, എല്ലാതും ഞാൻ ഇങ്ങനത്തെ വലിപ്പത്തിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ഇനി നമുക്കൊരു ചട്ടിയിൽ തേങ്ങാപ്പാലിൻ്റെ 2/2 പാല് 2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് പറയുമ്പോൾ 500 ml വരും കേട്ടോ. ഇനി ഇതൊന്ന് കത്തിച്ചൊന്ന് തിളച്ച് വരട്ടെ. നമുക്ക് തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങാപ്പാൽ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് നമ്മൾ ഉരുട്ടി വെച്ച ഉരുള ഇട്ട് കൊടുക്കാം. ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ തേങ്ങാപ്പാൽ ഉപ്പോ പഞ്ചസാരയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇപ്പം തിളച്ച് കഴിഞ്ഞിട്ട് ഈ ഉരുള മാത്രമേ ഇട്ട് കൊടുക്കണേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഉരുളകളൊക്കെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട ഉടനെ ഇളക്കരുത് കേട്ടോ. ഒരു 2 മിനിറ്റ് കത്തിച്ചതിന് ശേഷം ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പം ഇളക്കുമ്പോൾ കണ്ടില്ല, അതിൻ്റെ ഷേപ്പ് വ്യത്യാസം ഒന്നുമില്ല കേട്ടോ. ഇങ്ങനത്തെ ചട്ടകമൊക്കെ കൊണ്ട് ഇളക്കുമ്പോൾ അതിൻ്റെ പുറം കൊണ്ട് ഇങ്ങനെ ഇളക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് ഉടഞ്ഞു പോകും. ഉടയാതിരിക്കാനാണ് ഇങ്ങനെ ഇളക്കണം പറയണത്. ഇതിപ്പോൾ നമ്മൾ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ തേങ്ങാപ്പാലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സാധാ പശുവും പാലുണ്ടല്ലോ, അതിലുണ്ടാക്കിയാലും ഇതേപോലത്തെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിതിൽ മധുരത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിതിൽ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരട്ടെ. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരട്ടെ. ഇനിയിപ്പോൾ ഈ ഉരുണ്ട വെന്ത് കഴിഞ്ഞാൽ ഉടയില്ല കേട്ടോ. അപ്പം നമുക്ക് മെല്ലെ സാധാ ഇളക്കണ പോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇനി പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരട്ടെ. ഇപ്പം നമ്മുടെ പഞ്ചസാര ഇട്ടിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന 1/4 പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി കേട്ടോ. തിളയ്ക്കൊന്നും വേണ്ടേ.
ഞാനിതിൽ മാവ് ഒന്നും കലക്കി ഒഴിച്ചിട്ടില്ല കേട്ടോ. കണ്ടില്ലേ, നമുക്ക് ആവശ്യത്തിനുള്ള കുറുക്കം വന്നിട്ടുണ്ട്. ഇപ്പം ഇത് കണ്ടില്ലേ, നമ്മുടെ തേങ്ങ പാലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് വിളമ്പി കൊടുക്കാം. മക്കളെ, അങ്ങനെ നമ്മുടെ പാൽപ്പൊടി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്പെഷ്യൽ പാൽപ്പിടി ഞാൻ ടേസ്റ്റ് ചെയ്യാം കേട്ടോ. മക്കളെ, ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. ഞാൻ മധുരം ഇടാതെയാണ് ഉണ്ടാക്കുക. ഇവനിക്ക് മധുരം ഉണ്ടാക്കി കൊടുക്കൂല, അതുകൊണ്ട് എനിക്കും തരില്ല മധുരം ഇട്ട്. അതുകൊണ്ട് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കാം, നമ്മുടെ സാധാ പശുവും പാലിൽ ഉണ്ടാക്കാം. ഞാൻ അധികം തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുക. പശുവും പാലിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ കുഴക്കുമ്പോഴേ മാവ് ലേശം ലൂസായിട്ട് തന്നെ കുഴക്കണം കേട്ടോ, ചൂടുവെള്ളത്തിൽ. അല്ലെങ്കിൽ എന്താ വെച്ചിട്ടാ നന്നായി കട്ടിയാവും. ഇത് വെന്ത് വരുമ്പോൾ കല്ല് പോലെ ഉണ്ടാവും. അപ്പോൾ ലേശം ലൂസായിട്ട് കുഴക്കുകയാണെങ്കിൽ ആ പ്രശ്നം ഒഴിവായി കിട്ടും. പച്ചവെള്ളത്തിൽ കുഴച്ചാലാണ് കല്ല് പോലെ ഉണ്ടാവും. നമ്മൾ വേകുമ്പോൾ ചിലപ്പോൾ ഉള്ളു വേകാതെ ഇരിക്കും. അതുകൊണ്ടാണ് ചൂടുവെള്ളത്തിൽ കുഴച്ചാൽ ഒന്നുകൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതുകൊണ്ട് ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടമാണ്, വലിയവർക്കും ചെറിയവർക്കും ഒപ്പം ഇഷ്ടമുള്ള സാധനമാണ്. ഈ നമ്മൾ ദോശമാവോ ഇഡ്ഡലി മാവോ ഒന്നും ഇല്ലെങ്കിലും ആ അളുക്കൽ നോക്കുമ്പോൾ ഇച്ചിരി പൊടി ഉണ്ടാവുമല്ലോ, അതെടുത്ത് ഇതേപോലെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് മക്കളെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.